വയനാടും മലപ്പുറത്തും നടക്കുന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ കേരള പോലീസിന്റെ മുഖമായി മാറുകയാണ് പോലീസ് നായകൾ. മണ്ണിനടിയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ പരിശീലനം ലഭിച്ച മായ, മർഫി, ഏഞ്ചൽ എന്നീ പോലീസ് നായകളാണ് പ്രകൃതിയോട് പടവെട്ടി അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിലിനെത്തിയ ആദ്യ ദിവസം തന്നെ 15ലധികം മൃതശരീരങ്ങൾ കണ്ടെത്തിയതിന് ആവശ്യമായ സൂചനകൾ രക്ഷാപ്രവർത്തകർക്ക് നൽകിയത് ഈ നായകൾക്ക് കഴിഞ്ഞു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും വിദഗ്ധ പരിശീലനം നേടിയ ശേഷം 2020 മർഫിയും മായയും ഏഞ്ചലും കേരള പോലീസിന്റെ ഭാഗമായത്. പ്രമാദമായ നിരവധി അന്വേഷണങ്ങളിൽ മൂവരും കേരള പോലീസിനൊപ്പം നിന്നു. പരിശീലനത്തിന് ശേഷം മർഫിയും മായയും കൊച്ചി സിറ്റി പോലീസിലേക്ക് പോയപ്പോൾ ഇടുക്കി പോലീസിലേക്കായിരുന്നു ഏഞ്ചലിന് നിയമനം ലഭിച്ചത്. ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ സമാനമായ ദുരന്തമുണ്ടായപ്പോൾ അതിനിടയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ഈ 3 നായകളും രക്ഷാപ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ഇലന്തൂർ നരബലി കേസിന്റെ അന്വേഷണത്തിലും ഇവയുടെ സേവനം പോലീസ് പ്രയോജനപ്പെടുത്തി. നിലവിൽ ചൂരൽമല, മുണ്ടക്കൈ മുതലായ ദുരന്തബാധിത പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയിലാണ് മർഫിയും മായയും. മലപ്പുറം ജില്ലയിലെ ദുരന്തബാധിത മേഖലയിലാണ് ഇപ്പോൾ ഏഞ്ചലിന്റെ സേവനം. പ്രഭാത് പി, മനീഷ് കെ എൻ, ജോർജ് മാനുവൽ, കെ ജിജോറ്റി ജോൺ, അഖിൽ ടി എന്നിവരാണ് മൂവരുടെയും ഹാൻഡിൽമാർ. അതേസമയം വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ദൗത്യം 6ാം നാൾ 6 സംഘങ്ങളായി തിരഞ്ഞാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. 1264 പേർ 6 സംഘങ്ങളായി മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമുട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തും. 30-40 അംഗങ്ങളായിരിക്കും ഒരു സംഘത്തിലുണ്ടാവുക. അതേസമയം മൃതദേഹങ്ങൾ കണ്ടെത്താൻ റഡാർ പരിശോധനയും നടത്തും. മൃതദേഹങ്ങൾ കണ്ടെത്താൻ സൈന്യം കൊണ്ടുവരുന്ന റഡാറുകൾക്കും ഇന്ന് പ്രദേശത്ത് ഉപയോഗിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്നും മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. മേഖലയിലെ പഴയകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താവും തിരച്ചിൽ നടത്തുക. ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു. അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഫോട്ടോഗ്രാഫി ഫോൾഡറും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും പരിശോധിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും സമിതി അറിയിച്ചു. അതേസമയം ക്യാമ്പുകളിലെ ശുചിത്വം ഉറപ്പാക്കുമെന്നും ആവശ്യമില്ലാതെ ദുരന്തഭൂമിയിലേക്ക് എത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും ഇത്തരം ടൂറിസം യാത്രകൾ നിരുത്സാഹപ്പെടുത്തുമെന്നും സമിതി അറിയിച്ചു. കുടുംബാംഗങ്ങൾ നഷ്ടമായവർ ഉൾപ്പെടെയാണ് തിരച്ചിൽ ഇറങ്ങുന്നത്. അവരുടെ വൈകാരികത മനസ്സിലാക്കണം. രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഭക്ഷണം നൽകുന്നതിന് ആളുകൾ പോകരുത്. അതിനിടെ തിരിച്ചറിയാനാകാത്ത 67 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ മേപ്പാടിയിൽ തന്നെ സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ ഇന്നുണ്ടായേക്കും. മേപ്പാടിക്ക് സമീപമുള്ള സ്ഥലത്ത് സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും എതിർപ്പ് ഉയർന്നിരുന്നു. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ്. ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു വകുപ്പുകളും കടക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ടെലി മനസ്സ് പദ്ധതിയുടെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ ആരോഗ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൗൺസിലർമാരാണ് നിയോഗിച്ചിട്ടുള്ളത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിംഗിന് അതേ കൗൺസിലറുടെ തന്നെ സേവനം ഉറപ്പാക്കും. ഭവന സന്ദർശനം നടത്തുന്ന സൈക്കോ സോഷ്യൽ ടീമിനെ ഫീൽഡ് തല സേവനം നടത്തുന്ന ജീവനക്കാരോടുകൂടി ഉൾപ്പെടുത്തും. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ എടുത്തതിന് മുമ്പ് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ ജീവനക്കാർക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ കുട്ടികളുടെ മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടക്കും. കൽപ്പറ്റയിൽ നടക്കും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത വിദ്യാഭ്യാസമടക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവിയും
സ്കൂൾ അധികൃതരും PTA പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. എത്രയും പെട്ടെന്ന് ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ ആരംഭിക്കാനുള്ള കർമ്മ പദ്ധതിയാണ് യോഗത്തിന്റെ അജണ്ട.